കുട്ടികളുണ്ടാവുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവസാനം നമ്മൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സ്വന്തം അച്ഛനെയും അച്ഛൻ്റെ അച്ഛനെയും ഒക്കെ കുറ്റം പറയുക. അവർ തോന്നിവാസം കാണിച്ചിട്ടാണ് എനിക്ക് കുട്ടികളുണ്ടാവാതെ വന്നതെന്ന് പറയുക. അത് തന്നെ എത്ര മോശമാണ്. കാരണം അവരെ ഒന്നും ചെയ്യാത്ത നല്ലത് തന്നെ ആഗ്രഹിച്ചിരുന്ന അവരെ നമ്മൾ കുറ്റവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായി? അവർ മരിച്ചുപോയി എങ്കിൽ പോലും അവരത് കേട്ടിരുന്നെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എത്രയായിരുന്നു എന്ന് ആലോചിക്കേണ്ടതല്ലേ? കാരണം കുട്ടികളുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹവും നമ്മുടെ മോഹമാണ്. എനിക്ക് എൻ്റെ കഴിവുകേടിന് എന്നെക്കൊണ്ട് കഴിയാത്ത കാര്യത്തിന് എൻ്റെ ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ പേരിൽ ഞാൻ എന്നെയാണ് ചികിത്സിക്കേണ്ടത്? ഇതുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത അവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഇനി അങ്ങനെ വേണമെങ്കിൽ എന്താണ്? സന്താന സൗഭാഗ്യം ഉണ്ടാവാത്തത് പിതൃദോഷം കൊണ്ടാണ്. അതൊരു കുറ്റബോധം തന്നെ വേണമെങ്കിൽ ആവാം. കാരണം ഞാൻ എൻ്റെ അച്ഛനെയോ മുത്തച്ഛനെയോ ഒന്നും നോക്കിയിട്ടില്ല. അവരുടെ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇടപെടാറില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു നല്ല കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അതിപ്പോഴാണ് എനിക്ക് തോന്നണേ, അന്ന് ഞാനത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവരെന്നെ ദോഷമായി. വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാതിരുന്നിട്ട് ഇന്ന് ആ ദോഷം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പേരിൽ കുറേ മന്ത്രവാദവും പൂജയും ചെയ്താൽ തീരാവുന്നതാണോ നമ്മുടെ പ്രശ്നങ്ങൾ? നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ശരീരത്തെ ഏത് ഭാഗത്തിൻ്റെ, ഏത് ഹോർമോണിൻ്റെ, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും കൊണ്ടാണ് നമുക്ക് കുട്ടികൾ ഉണ്ടാവാത്തത്? അതിനെന്താണ് പരിഹാരമെന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് കാലഘട്ടത്തിൽ ധാരാളം ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. പക്ഷേ ചിലർക്കും എന്താ പറയുക, ആ മഹാഭാഗ്യം ലഭിക്കാതെ വരാറുണ്ട്. അത് വളരെയധികം സങ്കടജനകം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ മാത്രം പുറകെ പോവാതെ, വിശ്വാസം നമുക്കൊരു ഭാഗത്ത് നല്ല രീതിയിലാണ് ചെയ്യേണ്ടത്. ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു. ആ ഈശ്വരൻ്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ ആ ഈശ്വരനെ പോലെ നമ്മൾ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ ആ ഈശ്വരൻ്റെ സ്വഭാവം നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനം. നമുക്കൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സ് ആദ്യം അതിനനുസരിച്ചിട്ട് പാകപ്പെടണം. കാരണം നമ്മൾ നമ്മുടെ ഇണയുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പോലും നമ്മുടെ ഒരു മാനസികാവസ്ഥ ഒരുപക്ഷേ കുട്ടിയുണ്ടാകുന്നതിനെ വളരെയധികം സ്വാധീനിക്കുമെന്നാണ് സയൻസ് പറയുന്നത്. ആ സ്വാധീനിക്കുന്ന പ്രവൃത്തി, അതിന് പാകത്തിന് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തേണ്ട ഒരു പ്രവൃത്തി നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തേ മതിയാവും. ഇത് അല്ലാതെ ഇതിനെ മുഴുവൻ നമ്മൾ ഈശ്വരന്മാരെ കുറ്റം പറയുക, പിതൃക്കളെ കുറ്റം പറയുക, മുമ്പ് നമ്മളൊന്നും കാണാത്ത, നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത പഴയ കാരണവന്മാരെ മുഴുവൻ കുറ്റം പറയുക. അന്ന് അവർ ചെയ്തുകൊണ്ട് എനിക്ക് കുട്ടി ഉണ്ടായില്ല,